8x11 നമുക്ക് ഒരെണ്ണം ചെയ്യാം. 8x11. ഓക്കെ, അതിൻ്റെ അകത്ത് ഇഞ്ചസിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എനിക്കൊരു പോസ്റ്ററാണ് ചെയ്യേണ്ടത്. ഞാനതിൽ ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു സൈസ് എന്ന് വെച്ചാൽ 8x11 സൈസിലുള്ള പോസ്റ്റർ. ഓക്കെ, അപ്പം എൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് വേറെ ഒരു കണ്ടൻറ്റും ഇല്ല. അത് ഈ ഒറ്റ പോസ്റ്റർ മാത്രമേ ഉള്ളൂ എനിക്ക്. ഓക്കെ, ഇത് വെച്ചിട്ട് ബാക്കി എന്ത് ചെയ്യുക, നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനി പോകുമ്പോൾ നിങ്ങളൊരു ടെസ്റ്റ് ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് എടുത്തിട്ട് നമ്മൾ ഗ്രേഡിയൻറ്റ് വേണം ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഗ്രേഡിയൻ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഗ്രേഡിയൻ്റ് എന്ന്. ആ ഒരു ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ഫോട്ടോ എൻ്റെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുക. Ctrl+C, ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്. ഞാൻ Ctrl+V അടിച്ചു. എന്നിട്ട് ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ഫോട്ടോ ഞാനിങ്ങനെ എടുത്തു വെച്ചു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് നമുക്കറിയണം. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇതവിടെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് സബ്ജക്റ്റ്, ഈ ഒരു സബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ഇൻവേഴ്സ്. ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? കാരണം ഇത് ഒരു ലിങ്ക്ഡ് ലെയർ ആണ്. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ, അതിനുശേഷം ഇതിനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, Ctrl+D അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയത് എന്താണ്, നമ്മുടെ ആ ഒരു പോസ്റ്ററാണ്. അപ്പോൾ ഈ പോസ്റ്റർ മാത്രമേ നമ്മുടെ കയ്യിൽ ഡിസൈൻ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള കണ്ടൻറ് എല്ലാം നമ്മുടെ അടുത്ത് നെറ്റ് ചെയ്ത് എടുക്കാൻ പറഞ്ഞു. പക്ഷേ പോസ്റ്ററിൻ്റെ അകത്ത് വേറെ ഒരു സാധനം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് വെച്ച് മാത്രം നമുക്ക് എങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കൂടിപ്പോയി ഒരു ബ്ലൂബെറിയുടെ ഒരു പടം ഉണ്ടല്ലോ, അതും കൂടെ എടുക്കാം മാക്സിമം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുപ്പി ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ, ഇതിൻ്റെ പൊസിഷൻ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇങ്ങോട്ടാക്കാം പൊസിഷൻ, സ്വല്പം ഒന്ന് ബാക്കിലോട്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഡിറ്റിൻ്റെ അകത്ത് നമുക്ക് പെർസ്പെക്റ്റീവ് റാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് വാർപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഏത് ഏരിയ ആണെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം മാത്രം നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു കൺട്രോൾ കിട്ടത്തില്ല. ഈ ഭാഗം മാത്രം ഇങ്ങനെ അഡ്ജസ്റ്റ് ആവുള്ളൂ. കണ്ടോ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് കറക്റ്റ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എഡിറ്റിൻ്റെ അകത്ത് ഏതാണ് പെർസ്പെക്റ്റീവ് റാപ്പ്, അതിൽ നമുക്ക് 2 or 3 പോർഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു പോർഷൻ ഇത്, ഓക്കെ, സെക്കൻഡ് പോർഷൻ ഇതാ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് ബ്ലെൻഡ് ആവും. ഇത് തേർഡ് പോർഷൻ ഇത്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് തന്നെയാണോ തേർഡ് പോർഷൻ നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ തേർഡ് പോർഷൻ. വെറുതെ വരയ്ക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്തായിക്കോളും, ഫിറ്റ് ആയിക്കോളും. ഞാനിത് കറക്റ്റ് ആ ഒരു എഡ്ജസിൽ കൊണ്ടുവച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. കറക്റ്റായിട്ട് ആ എഡ്ജിൽ കറക്റ്റ് കൊണ്ടുവയ്ക്കുക. ഇതിനെ ആ ഒരു എഡ്ജിൽ കൊണ്ടുവച്ചു. ഇത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമില്ല. എന്നിട്ട് എൻ്റർ കീ അടിക്കുമ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ താഴെ ഒരു കൺസ്ട്രെയിൻ കിടക്കണോണ്ട് തന്നെ മുകളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനൊന്നും എന്ത് ബാധിക്കുന്നില്ല, ഇതിനെ ബാധിക്കുന്നില്ല. അങ്ങനെ നമുക്ക് ആ ഷേപ്പ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കാണത്തക്ക രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതിനൊരു മാറ്റം വന്നു. ഇപ്പോൾ ആ ഒരു കുപ്പിയുടെ ആ ഒരു അടപ്പ് നമുക്ക് കുറച്ചും കൂടെ കാണത്തക്ക രീതിയിലായി ഇല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്, എഡിറ്റിൻ്റെ അകത്ത് പെർസ്പെക്റ്റീവ് റാപ്പ്. അതിന് വേറൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. തൽക്കാലം നമ്മൾ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു വട്ടത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രേഡിയൻറ്റ്, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കളേഴ്സാണ് വേണ്ടതെന്ന് ആലോചിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു കളർ ഇങ്ങനെ പിക്ക് ചെയ്യുക. ഓക്കെ, അതായത് ആ ഒരു കളറുമായിട്ടുള്ള ലിങ്ക് വേണം, അല്ലെങ്കിൽ ഇത് കാണാൻ വൃത്തികേടായിരിക്കും. ഇവിടെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഈ ഒരു ബ്ലൂബെറിയുടെ കളറും നമ്മൾ സെലക്ട് ചെയ്തു. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ടിയുള്ള കളറാണെങ്കിൽ ആ ഒരു കളറിൽ. പക്ഷേ ഈ ഒരു കളറിൽ ഒരു ഫീൽ വരുന്നില്ല അല്ലേ. കാരണം എന്താണ്, ഇത് കണ്ടോ ഇവിടെ ട്രാൻസ്പാരൻസി ഓൺ ആയി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ട്രാൻസ്പാരൻസി കൂട്ടുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ വിചാരിച്ച ആ 2 കളറും കിട്ടി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടോ ട്രാൻസ്പാരൻസി 100 ആണ്. അതിന് 0 ആക്കി അത് വൈറ്റ് ആവും. കണ്ടല്ലോ. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ പോസ്റ്ററിനനുസരിച്ചുള്ള കളർ വേണം ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാൻ. എങ്ങനെയെങ്കിലും കളർ കൊടുക്കരുത്. ഓക്കെ,
അതിനുശേഷം ഞാനിപ്പോൾ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് ലീനിയർ വേണോ അത് റേഡിയൽ വേണോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ഒരു തിളക്കം അല്ല ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാൻ വേണ്ടി ഞാൻ സ്വല്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് പോയേ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതൊരു താഴെ വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്കത് കുറച്ചും കൂടെ ഒരു എന്തായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. സ്വല്പം കൂടെ വേണമെങ്കിൽ താഴെ വെച്ചിട്ട് ഓക്കെ കൊടുക്കാം. വീണ്ടും നമുക്ക് ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കാം. കൺട്രോൾ ടി അടിച്ചിട്ട് നമുക്കൊന്ന് ചെറുതായി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മുടെ മെയിൻ സംഭവം കഴിഞ്ഞു. ഇതിങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ടൈറ്റിൽ ഉണ്ടെങ്കിൽ അത് വെക്കാം. അതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ അകത്തൊരു റിഫ്ലക്ഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യുക, കൺട്രോൾ ജെ എന്നിട്ട് കൺട്രോൾ ടി, റൈറ്റ് ക്ലിക്ക്, ഫ്ലിപ്പ് വേർട്ടിക്കലി. അതിന് നമ്മൾ തിരിച്ചു വെച്ച് കൊടുക്കുക. ഇപ്പോൾ തിരിച്ചു വെച്ച് കൊടുക്കുമ്പോൾ സെയിം ഇഷ്യൂ നമുക്കുണ്ട്. നോക്കിയേ, കണ്ടോ, ആ ഒരു രണ്ട് ഏരിയക്കകത്തെയും ഈ ഒരു സംഭവം ഇവിടെ വന്നിട്ടില്ല. നോക്കിയേ, കണ്ടോ, ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ, ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇവിടെ വന്നിട്ടില്ല. അത് കുഴപ്പമില്ല. കൺട്രോൾ ടി അടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വാർപ്പ് അല്ലെങ്കിൽ റാപ്പ് വാർപ്പ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷൻ ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ഈ ഒരു പൊസിഷൻ ഇങ്ങോട്ടും. കാരണം അത് കോണ്ടാക്റ്റ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മിഡിലത് നമുക്ക് വേണമെങ്കിൽ സ്വല്പം ഒന്ന് താഴ്ത്തിയിട്ട് വീണ്ടും അതിനെ ഒന്ന് സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, ഞാൻ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോണ്ടാക്റ്റ് ആണ്. അപ്പോൾ കോണ്ടാക്റ്റ് നമുക്ക് മാക്സിമം അത് തട്ടത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ പ്രോസസ്സ് എന്താണ്, ഇതിൻ്റെ അകത്ത് റിഫ്ലക്ഷൻ കൊടുക്കുക. സോ ഈ ഒരു കുപ്പിക്കകത്താണ് റിഫ്ലക്ഷൻ. സോ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് റിഫ്ലക്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്തു, ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റി, അതവിടെ നിന്ന് മാഞ്ഞു പോയി. അതിനുശേഷം ബ്രഷ് ടൂൾ എടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, അതുപോലെ പെയിൻറ്റ് ചെയ്യുക. ഒപ്പാസിറ്റി കുറച്ച് പെയിൻറ്റ് ചെയ്യുക. ഓക്കെ, ഉണ്ടോ, ആദ്യം ഒപ്പാസിറ്റി കുറവും പിന്നെ ഒപ്പാസിറ്റി കൂടുതലും. തിരിച്ചാണെങ്കിൽ നിങ്ങൾ തിരിച്ച് പെയിൻറ്റ് ചെയ്യുക. ആദ്യം ഒപ്പാസിറ്റി നിങ്ങൾക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ തിരിച്ച് പെയിൻറ്റ് ചെയ്യുക. അതെങ്ങനെയാണ്, ഒപ്പാസിറ്റി ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കൂട്ടിയിട്ട് ഇവിടെ പെയിൻറ്റ് ചെയ്ത് വന്നിട്ട് ഇവിടെ നിന്ന് പതുക്കെ ഒപ്പാസിറ്റി കുറച്ച് പെയിൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു കറക്റ്റ് ഫീല് കിട്ടും. പക്ഷേ എന്നാലും നമുക്കൊരു ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇവിടെ കോണ്ടാക്റ്റ് ഷാഡോ ഇല്ല. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രോസസ്സ് അനുസരിച്ച് കുപ്പി വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഭാഗത്തോട്ട് വയ്ക്കാം. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷാഡോയാണ്, കോണ്ടാക്റ്റ് ഷാഡോ എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും മിഡിലാണ് നമ്മൾ ആ ഷാഡോ ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബ്രഷ് ടൂൾ ഉണ്ടല്ലോ, ബ്രഷ് ടൂളിൻ്റെ അകത്ത് ബ്ലാക്ക് എടുക്കുന്നു. നമ്മൾ ഇതിനെ നല്ലവണ്ണം ചെറുതാക്കുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഒറ്റ ഡ്രാഗ്. പക്ഷേ എന്താണ് വരാത്തതെന്ന് പറഞ്ഞാൽ ഒപ്പാസിറ്റി കുറഞ്ഞു കിടക്കുകയാണ്, കൂട്ടുക. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്. കാരണം എനിക്ക് ചിലപ്പോൾ റീ എഡിറ്റ് ചെയ്യേണ്ടി വരും. സോ ഞാനിവിടെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ആ ലെയറും നമ്മളിപ്പോൾ വരച്ച ലെയർ ഏതാണ്, ലെയർ 1. ഓക്കെ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. ലെയർ 2 ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പം ലെയർ 1നെ അങ്ങ് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. ലെയർ 1ൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം ഇത് റിഫ്ലക്ഷൻ, ഇതിൻ്റെ ഇടയിലാണ് ഈ ഒരു ലെയർ നിൽക്കുന്നത്. ഓക്കെ, ആ ടോപ്പ് ലെയറിൻ്റെ താഴെ നമുക്കിടാം. അതേപോലെ ഈ റിഫ്ലക്ഷനെ ഇതിൻ്റെ ബോട്ടത്തിലിടാം. പക്ഷേ ഇതിൻ്റെ ബോട്ടത്തിട്ടത് കാണത്തില്ല, ഇങ്ങനെ ഇടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു മിഡ് പോയിന്റിൽ ഇതിൻ്റെ ഇടയിൽ ഇട്ട് കഴിഞ്ഞാലോ, കറക്റ്റ് എൻ്റെ മിഡിലോട്ട് വരും. രണ്ടിൻ്റെ ഇടയിൽ വന്നല്ലോ. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഒരു ഗോസിയൻ ബ്ലർ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, കാരണം എന്താണ്, നമുക്ക് ആ മൊത്തത്തിലുള്ള ഒരു ഷാഡോ നമുക്കവിടെ വേണം, എന്നാലേ ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ അതിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് കൺട്രോൾ ടി അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു പൊസിഷന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നമുക്കൊരു ഫീല് കിട്ടും. അവിടെ എന്തോ ഒരു ഏരിയ ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെപ്ത് ഉണ്ടെന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ എന്താണ്, ഇപ്പം നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. എന്തായിരുന്നെങ്കിൽ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലർ എടുക്കുക, വീണ്ടും ഗോസിയൻ ബ്ലർ അടിച്ചു കൊടുക്കുക. ഇത്രയും വേണ്ട എങ്കിൽ സ്വല്പം കൂടെ ഒരു ബ്ലർ വാല്യൂ. ഓക്കെ, ഒരുപാട് വേണ്ട, ആവശ്യമുള്ള ആ ഒരു ഇതിൽ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, ഇനഫ്. ഇത്രയും കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത്രയും മെയിനായിട്ടുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. എന്താണ്, ആ ഒരു
ബ്ലൂബെറിയുടെ. വീണ്ടും നമ്മൾ കൺട്രോൾ ടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അതിനെ പതുക്കെ സ്കെയിൽ ചെയ്തിട്ട് എത്ര ഏരിയക്കകത്ത് വേണം ആ ഒരു ഏരിയക്കകത്ത് മാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ ഇതിനെ നമുക്ക് മാറ്റാം. ആ ഒരു കറക്റ്റ് പൊസിഷൻ എവിടെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ കൺട്രോൾ ടി അടിക്കുക, ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് പൊസിഷനിലേക്ക് അത് വെച്ച് കൊടുക്കാം. വീണ്ടും അതിനെ നമുക്ക് മൂവ് ചെയ്തിട്ട് കറക്റ്റ് എക്സാക്റ്റ് പൊസിഷനിൽ അറേഞ്ച് ചെയ്യാം. വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് മുകളിലോട്ട് പൊയ്ക്കോട്ടെ. ഓക്കെ, അപ്പം ഇനി നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ ബ്രൈറ്റ് ആക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഏരിയ ബ്രൈറ്റും ഈ ഏരിയ എന്താണ് ലൈറ്റും ഈ ഏരിയ ഡാർക്കും ആണ്. ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേത് ഏരിയ, അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് അറിയാമല്ലോ ഇവിടെ നിന്ന്, ഈ ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഈ ഏരിയ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഈ ഏരിയയോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഇത് മാറ്റി കഴിഞ്ഞിട്ട് മൊത്തത്തിലുള്ള ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് മിഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് വെച്ചോ, മിഡിലിൽ കണ്ടോ മിഡ് ഏരിയയാണിത്. ഈ മിഡ് ഏരിയയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും സംഭവം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അതിൻ്റെ അകത്തൊരു ചെറിയൊരു വൈറ്റ്, അത്രയും വേണ്ട, സ്വല്പം ഒരു വൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ. എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കിത് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ആ റേഡിയലിൻ്റെ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഏത് ഏരിയയിലാണ് വെക്കേണ്ട ആ ഏരിയയ്ക്കകത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു എന്താണ് ഇരിക്കുന്നത് പ്രോപ്പറായി കഴിഞ്ഞാൽ വെള്ളത്തുള്ളികളോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരെ നെറ്റിൽ പോകുന്നു, അത് ആഡ് ചെയ്യാം എന്നാണ് ഇപ്പം ആ ഒരു ടെസ്റ്റിലുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് വാട്ടർ എന്നടിക്കുക, വാട്ടർ ഇൻ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, വാട്ടർ ഇൻ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്. സോ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ വാട്ടറിൻ്റെ ഒരു ഇതിവിടെ കിട്ടി. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവത്തില്ല. നിങ്ങൾക്ക് HD വേണമെങ്കിൽ HD എടുക്കുക, PNG വേണമെങ്കിൽ PNG എടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇതാണ് എടുക്കുന്നത്. സേവ് ഇമേജ് ആസ് ടൈപ്പ്, സേവ് PNG. എവിടെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് ബ്ലൂബെറി എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത് വാട്ടർ, ഓക്കെ ഇങ്ങനെ കൊടുത്തേ, വാട്ടർ എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ ഫോട്ടോഷോപ്പ് എടുത്ത് വീണ്ടും ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാനിതിനെ സ്വല്പം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതാ ഏത് പൊസിഷനിലാണ് നിങ്ങൾക്ക് വെക്കേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് വെച്ച് കൊടുക്കുക. സെലക്ട് ചെയ്തു, ലെയറിൽ സെലക്ട് ചെയ്ത് തിരിച്ചു വന്നു, നോർമൽ മാറ്റി എന്താക്കുക, സ്ക്രീൻ. ഓക്കെ, എന്നിട്ട് ഇതിനെടുത്ത് നമുക്ക് ഇതിൻ്റെ ബാക്കിലിട്ട് കൊടുക്കാം, ഇതിൻ്റെയും ബാക്കിലിട്ട് കൊടുക്കാം. ഓക്കെ കണ്ടോ, അപ്പോൾ ഈ ഒരു ഫീൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ഏരിയക്കകത്ത് വേണമെങ്കിൽ നമുക്ക് രണ്ട് ഏരിയക്കകത്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം, പ്രോബ്ലം ഒന്നുമില്ല. ഞാനിപ്പോൾ കൺട്രോൾ T അടിച്ചിട്ട് സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കി, ഓക്കെ ഇങ്ങനെ ആക്കി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റും കൂടെ ടൈപ്പ് ചെയ്യാമേ. ഞാൻ ബെനിഫിറ്റ്സ് ഓഫ് ബ്ലൂബെറിന്ന് ചുമ്മാ അടിച്ചു. ബ്ലൂബെറിന്ന് അടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഞാൻ തൽക്കാലം ഇതിനെ മൊത്തത്തിൽ ഞാൻ കോപ്പി ചെയ്യാം. നമുക്ക് എല്ലാം വേണ്ട, എന്നാലും നമുക്ക് ഇത്രയും കോപ്പി ചെയ്യാം. ഓക്കെ, കൺട്രോൾ C അടിച്ചിട്ട് നമ്മൾ എല്ലാ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുക്കും. പക്ഷേ വൃത്തിയിടാവരുത്, നമ്മളൊരു എന്താണ് ഈ ഒരു രീതി കൊടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യരുത്. മീൻസ് ഇത് മൊത്തത്തിലേ എന്താണ് നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എടുത്ത് പറയുന്ന ഒരു ഫീൽ നമുക്ക് വരാൻ പാടില്ല. കൺട്രോൾ A അടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്നൊരു 20 ആക്കി കൊടുക്കുക. ഓക്കെ, ഇറ്റ് മേ ആക്ട് ആസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. ഞാൻ അതുകൊണ്ട് ഇതിനെല്ലാം റിമൂവ് ചെയ്ത് കളയണേ. സെലക്ട് ഡിലീറ്റ്. ഇതിന് ബോഡി വെയ്റ്റ് ഇതിനെ ബാക്കിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇറ്റ് മേ അങ്ങനെ സംഭവങ്ങളെല്ലാം ഞാൻ റിമൂവ് ചെയ്യണം. ഇറ്റ് മേ അതിനെ റിമൂവ് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തു, വീണ്ടും ആ ഇറ്റ് മേ എന്ന് പറഞ്ഞ സംഭവം ഞാൻ വീണ്ടും റിമൂവ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഞാൻ സ്വല്പം അങ്ങ് വലുതാക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ ഡ്രാഗ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയും എന്താണ് വലുത് വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അലൈൻ ചെയ്യാം. ഫുൾ സെലക്ട് ചെയ്തിട്ട് ഇതിനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക. കൺട്രോൾ A അടിക്കുന്നു, അതിനുശേഷം ഇതിൻ്റെ അകത്ത് അലൈൻമെൻ്റ് ഉണ്ട് കണ്ടോ, മുകളിൽ ഇതുണ്ടോ ലെഫ്റ്റ് അലൈൻ. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് അലൈൻ മതി എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് അലൈൻ ചെയ്യുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ട് ഭാഗത്ത് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മൂവ് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ബാക്ക് വന്നു,
ഓക്കെ, നമുക്ക് ഒരുപാട് വേണ്ട, എന്നാൽ അത് വൃത്തികേടായിപ്പോവും. ഓക്കെ, ഞാനിപ്പം ഇതിനെ ഇവിടെ നിന്ന് മാറ്റിയേ. ഇത് രണ്ടിനെ നമുക്ക് കട്ട് ചെയ്യാം. Ctrl+X, കാരണം ഇത് രണ്ടെണ്ണം മാത്രം മതി ഇവിടെ. ഓക്കെ, Ctrl+T അടിച്ചു, സ്വല്പം ഒന്ന് ചെറുതാക്കി. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്തു. ഓക്കെ, ഇവിടെ വെച്ചു. എന്നിട്ട് ഞാൻ Alt ഹോൾഡ് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അകത്തും ഞാൻ ബാക്കിയുള്ള സംഭവം പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഫുൾ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി സ്വല്പം ചേഞ്ച് ചെയ്യാം, ഒരു 12 ആക്കാം. ഓക്കെ, അപ്പോൾ 12 വലിയ പ്രോബ്ലം ഇല്ല. ഞാനത് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. Ctrl+T, സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കി. ഇവിടെ എത്തുമ്പോൾ സ്വല്പം കൂടെ വലുതാക്കിയാലും കുഴപ്പമില്ല. സോ ഞാനതിൻ്റെ കളറ് സെലക്ട് ചെയ്തിട്ട് 18 ഭയങ്കര കൂടുതലാണ്. 15 മതി, 15. ഓക്കെ, ഇത് മതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിത് വീണ്ടും പിക്ക് ചെയ്യുന്നു. ഏത് കളറാണ് ആ ഒരു കളറിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഫീല് വരുന്നില്ല അല്ലേ? ബ്ലൂവിൽ ബ്ലൂ വരുന്നുണ്ട്, ആ ഒരു ഫീല് വരുന്നില്ല. അപ്പോൾ നമുക്കൊരു പരിപാടി ചെയ്യാം. നമുക്കിതിനൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് കറക്റ്റ് ആക്കിയിട്ട്, ഓക്കെ, നമുക്ക് ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് വെക്കുക. അതേപോലെ ഈ കുത്തും ഇങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റുക. ഓക്കെ, ഡ്രാഗ് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ല വേണ്ടത്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറാണെന്നുണ്ടെങ്കിൽ ആ കളറിലേക്ക് പോവുക, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ കളറിലോട്ട് പോയി. അതൊരു ഫീലില്ല. വീണ്ടും ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഞാനൊരു നീല ആ ഒരു ഇതിലേക്ക് വന്നേ. ഓക്കെ, അപ്പോഴും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ലെയർ താഴെ നിന്ന് എടുക്കുക, ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ താഴെ ഇട്ട് കൊടുത്തിട്ട് ഇതുണ്ടോ, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ബ്രഷ് ടൂൾ എടുത്തിട്ട് ഒരു വൈറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, എന്നിട്ട് ഫിൽട്ടർ, ബ്ലർ, ഗോസിയൻ ബ്ലർ. ഓക്കെ, അപ്പോഴും അത് അത്ര ഒരു ഫീൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ നീറ്റായിട്ടുള്ള കളറ് അതിൻ്റെ അകത്ത് കൊടുക്കുക. നമുക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള കളറ്. ഇല്ല, വൈറ്റ് ആണെങ്കിൽ നമുക്ക് വൈറ്റ് ആക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ തൽക്കാലം ഇതിനെ അങ്ങ് റിമൂവ് ചെയ്യണം. ബാക്കിയുള്ള ഏരിയക്കകത്ത് നിങ്ങൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ഏതെവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയക്കകത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ഇപ്പം ഞാനിവിടെയാണ് പ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ഏരിയക്കകത്ത് അങ്ങനെ ഇരുന്നോട്ടെ. ഇല്ല, രണ്ട് സ്ഥലത്ത് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്ത് നിങ്ങൾ പ്ലേസ് ചെയ്യുക. Ctrl+X അടിക്കുന്നു, ഇതിന് ഡ്രാഗ് ചെയ്തിട്ട് Ctrl+V അടിക്കുന്നു, ഇനി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നോക്കി, ഇതിനെ ഞാൻ എൻ്റർ ചെയ്തിട്ട് ഇതിനെ സ്വല്പം നീക്കി വയ്ക്കാം, ഇതിനെയും സ്വല്പം നീക്കി ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, ഇനി എനിക്കൊരു മെയിൻ ടൈറ്റിൽ വേണം. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഇവിടെ എന്ത് കളറും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഞാൻ മെയിനായിട്ടൊരു ടൈറ്റിൽ ടൈപ്പ് ചെയ്യണം. നോട്ട് ജസ്റ്റ് എ ഡ്രിങ്ക്. ഓക്കെ, ഇങ്ങനെ കൊടുത്ത് ഒരു ബ്ലാക്കും വൈറ്റും കൊടുത്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പരിപാടിയുണ്ട്. ഇതാ ബോഡി വെയ്റ്റും ഇതിൻ്റെ അകത്ത് നമുക്ക് വൈറ്റ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് തിരിച്ചും കൊടുക്കാം. സ്വല്പം നീക്കോട്ടെ. Ctrl+T, സ്വല്പം ഒന്ന് ചെറുതാക്കുന്നു. ബ്ലഡ് ഷുഗർ ലെവൽ എന്താണ് ഇവിടെ ലോവറിങ് ഈ എഫക്റ്റ് എന്നുള്ളതിനെ ഞാൻ ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഈ കളർ അതിലും കൊടുത്തു. ഓക്കെ, ഇങ്ങനെ ആക്കിയ ഒരുപാട് ആവശ്യമില്ലാത്ത കണ്ടൻസ് ഒന്നും വേണ്ട, ആവശ്യമുള്ള കണ്ടൻസ് മാത്രം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വേറൊരു എഫക്റ്റും കൂടെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത്. അതായത് ഇതുണ്ടോ, ഈ T എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഫസ്റ്റ് ഓഫ് ഓൾ കുഡ് നോട്ട് കംപ്ലീറ്റ് ബിക്കോസ് ദ ടൈപ്പ് ലെയർ യൂസ്ഡ് എന്തോ ഒരു എററാണ് കാണിക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ടൈപ്പ്. ടെക്സ്റ്റിന് എന്ത് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, അതിന് നമ്മൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ അങ്ങ് റാസ്റ്ററൈസ് ചെയ്യുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും റാസ്റ്ററൈസ് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, കൺട്രോൾ ടി അടിച്ചേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ എടുത്തൊരു ഇത് ഓർമ്മയുണ്ട, റാപ്പ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പല രീതിയിലുള്ള ഇത് കാണാൻ പറ്റും. നോക്കിയേ, ഇപ്പോൾ ഇതൊരു ആർക്ക് ഒരു സ്റ്റൈലിലാണ്. രണ്ടാമതൊരു ആർക്ക് ലോവർ ഉണ്ടല്ലോ, ആർക്ക് ലോവർ, ആർക്ക് അപ്പർ, അതുപോലെ ഇതിൻ്റെ അകത്ത് ആർച്ച്, ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ബൾജ്, ഷെൽ ഓവർ, ഷെൽ അപ്പർ, ഫ്ലാഗ്, പിന്നെന്താണ് വേവ്, അതുപോലെ ഫിഷ്, എല്ലാം എഴുതണമെന്നില്ല. ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. ഇത് ഇതിൻ്റെ അകത്തുള്ളതാണ്. ഏതാണ്, റാപ്പിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ്, അല്ലെങ്കിൽ വാർപ്പിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ്. ട്വിസ്റ്റ്, സിലിണ്ടർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഏതാണെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. അങ്ങോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോർഷനിലാണ് അത് വരേണ്ടത് ആ പോർഷനിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്, ആ ഡോട്ടിൽ പിടിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ എല്ലാത്തിനും ഉണ്ട്, ഫ്ലാഗിൽ മാത്രമല്ല. ഏതിലാണ് നിങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടത് അതിലോട്ട് എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യാം. കണ്ടോ, നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്യുക, ആർക്ക്, അതുപോലെ ആർക്ക് ലോവർ, ആർക്ക് അപ്പർ, എല്ലാത്തിനും നമുക്ക് ഫിഷ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഷ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അപ്പോൾ അതുപോലെ നമുക്ക് ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലാഗ്, അപ്പോൾ ഫ്ലാഗ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് നോ ജസ്റ്റ് എ ഡ്രിങ്ക് എന്നുണ്ട് സംഭവം ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് ഒരു കട്ടി കൂട്ടാം. ഇതിൻ്റെ ഡ്രോപ്പ് ഷാഡോ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അവിടെ നമുക്ക് ഡ്രോപ്പ് ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം അവിടെ ഡ്രോപ്പ് ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൊടുത്തത് ഇതിലാണ്. സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ, അതിൻ്റെ അകത്ത് ഏറ്റവും താഴെ ഡ്രോപ്പ് ഷാഡോ ഉണ്ട്. ഡ്രോപ്പ് ഷാഡോ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. 2-3 ഡ്രോപ്പ് ഷാഡോ കാണും. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആ ഡ്രോപ്പ് ഷാഡോ മാത്രം. അതേപോലെ ഡിസ്റ്റൻസ് മാക്സിമം കുറയ്ക്കുക, സൈസ് മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ അത് വലുതാക്കാമേ. ഞാനിപ്പം ഇത്ര കൊടുത്തതേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതേ ഉള്ളൂ. അതേപോലെ കളർ നമുക്ക് ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ തന്നെ കൊടുക്കാം. അതാകുമ്പോൾ നമുക്കൊരു ഔട്ട്ലൈൻ ഡിസ്റ്റൻസ് ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ ഒരു എഫക്ട്സ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എഫക്ട്സ് കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. കോപ്പി ലെയർ സ്റ്റൈൽ. അടുത്ത ഏതാണ്, ബ്ലഡ് ഷുഗർ. അത് നമുക്ക് എവിടെയാണ് ഇട്ടിരിക്കുന്നത്, ബ്ലഡ് ഷുഗർ. ആ ടൈറ്റിൽ കൊണ്ടുവച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ലെയർ സ്റ്റൈൽസ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും, പേസ്റ്റ് ലെയർ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഒന്നിനെ പോലെ തന്നെ നമുക്ക് രണ്ടിലും കിട്ടും. ഇനി നോട്ട് ജസ്റ്റ് ഡ്രിങ്ക്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പറയണേ, കൺഫ്യൂഷൻ അടിക്കരുത്. നോട്ട് ജസ്റ്റ് എ ഡ്രിങ്ക് അത് എവിടെയാണ് കിടക്കുന്നത്, ഡ്രാഗ് ചെയ്തിട്ട് മുകളിലിട്ടു. ഇതിനെ ഞാൻ ഡ്രാഗ് ചെയ്തത് എവിടെ ഇട്ടു. ഇതിൻ്റെ ഒരു കോപ്പി നമുക്ക് എടുക്കാം. കൺട്രോൾ ജെ എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് നമുക്ക് കളർ മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ റാസ്റ്ററൈസ് ചെയ്തു കേട്ടോ. റാസ്റ്ററൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു മാസ്ക് നടക്കത്തില്ല. നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ ഇതിനെ മാസ്ക് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് മാസ്ക് ചെയ്യുന്നു. മാസ്കിൻ്റെ അകത്ത് വൈറ്റിനെ ബ്ലാക്ക് ആക്കുന്നു. അങ്ങനെ ചെറിയ രീതിയിൽ ഇതിൻ്റെ ഒപ്പാസിറ്റി ഒക്കെ സ്വല്പം ഒന്ന് കുറച്ചിട്ട് പതുക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ കിട്ടും. ഓക്കെ, ഇനി എല്ലാം കഴിഞ്ഞു. ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഇ ഫോർ മെർജ്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ എടുത്ത് കളയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിനെ ഗ്രൂപ്പ് ചെയ്യേണ്ടി വരും. അല്ല, മീൻസ് ഇപ്പോൾ കൺട്രോൾ ഇ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ജി അടിക്കുക. അപ്പോൾ എന്ത് പറ്റും, ഒരു ഗ്രൂപ്പ് കിട്ടും. ഈ ഗ്രൂപ്പിനെ ഞാൻ വീണ്ടും കൺട്രോൾ ജെ അടിക്കുക. അപ്പോൾ എന്ത് പറ്റും, ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കിട്ടും. ഇനി നമുക്ക് പ്രശ്നമില്ല, ഒരെണ്ണത്തിലേ നമ്മൾ ചെയ്യുന്നുള്ളൂ.
ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ E ഫോർ മെർജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് നമ്മളതിലുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല. ഇനി നമുക്ക് ഇവിടെ നേരെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കളർ ലുക്കപ്പ് എടുക്കുക. കളർ ലുക്കപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആ ഒരു കളർ ഇതിൻ്റെ അകത്തോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് ഏതാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ജസ്റ്റ് മാറുമ്പോൾ തന്നെ കംപ്ലീറ്റ് മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇടുന്ന കളർ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ ട്വീക്ക് ചെയ്തെടുക്കാൻ പറ്റും. ത്രീ സ്റ്റിപ്പ് ഒന്നും കൊടുക്കണ്ട. കാൻഡിൽ ബ്ലൂ, വാം, ഫോഗി നൈറ്റ് ഇതാണെങ്കിൽ ഇത് വെച്ചിട്ട് ഇത്രയും എന്താണ് ലൈറ്റ് കുറഞ്ഞ രീതിയിൽ വരത്തില്ല, കുറച്ചും കൂടെ ലൈറ്റ് കൂടിയ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ഒരു കളറ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കളർ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് എന്ത് കൊടുക്കുക, ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് സ്വല്പം കൂടെ കൂട്ടുക. ഇത് ഓക്കെ കൊടുത്തിട്ട് ഈ ലെയറിൽ ഇമേജ് അഡ്ജസ്റ്റ് ബ്രൈറ്റ്നസ്, ഇതിനകത്ത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റിൽ നമ്മൾ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പോൾ വീണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇതിൻ്റെ ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതങ്ങ് ഫിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കളർ കറക്ഷന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ടാബ് അടിച്ചിട്ട് ഇതാ ഇങ്ങനെ ചെയ്തു. അപ്പോൾ എനിക്ക് ഇത് വലുതായിട്ട് ഇത് വലിയൊരു സുഖമില്ല, ഇത് നമുക്ക് മാറ്റണം കേട്ടോ. ഇതൊരു സുഖമില്ല, ഇത് എന്താണ് പ്രൊഫഷണൽ അല്ല സംഭവം. ഞാൻ ചുമ്മാ ടൈപ്പ് ചെയ്ത് വെച്ചേ ഉള്ളൂ. ഇങ്ങനെയല്ല, നമ്മൾ കുറച്ചും കൂടെ ഒരു കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ വേണം ഈ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഞാൻ ചുമ്മാ ടൈപ്പ് ചെയ്ത് വെച്ചേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ ഇത് ചെയ്തില്ല, ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് അത് മാച്ച് കൊടുത്ത് ബ്ലെൻഡൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടും ആ ഒരു ഭാഗത്ത്.